ചെയ്യാം. ഇനി ബൾക്കായിട്ടാണ് പ്രൊഡക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു ആഹ്, എന്താ ക്ലൗഡ് ബട്ടൺ ഉണ്ട്. ക്ലൗഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. അതിന് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു സാമ്പിൾ CSV ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിൽ നിങ്ങളെ അത് ഒരു എക്സൽ ഫയലായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൽ എന്തുണ്ട്, ഇത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇത് നമുക്ക് ആദ്യം ഒരു എക്സൽ ഫയലിലേക്ക് ഇത് മാറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും ഈ കോളത്തിലുള്ള കാര്യങ്ങളൊക്കെ പൂരിപ്പിക്കാം. ഇവിടെ പ്രൊഡക്റ്റിന്റെ ഇമേജ് ആണ്. ഇമേജിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇമേജ് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇമേജ് ഉള്ളത്. ഈ ഇമേജ് നമ്മൾ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. നമ്മൾ സിംഗിൾ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യണം ഓരോ ഇമേജുകളും. എന്നിട്ട് ഒരു ഇമേജിന് ഒരു പേര് കൊടുക്കുക. തൽക്കാലം പ്രൊഡക്റ്റ് 1 എന്ന് കൊടുക്കുന്നു. ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. അത് അപ്ലോഡ് ചെയ്തു. യെസ്. ഓക്കെ, ഡിലീറ്റ് ആണ്, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാം. അടുത്ത ഇമേജ് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ ഓരോ ഇമേജുകൾ എത്രയാണെങ്കിലും അത് സിംഗിൾ ആയിട്ട് ഇവിടെ ആദ്യം മൊബൈലിൽ CMS ആപ്പിൽ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ആ പേരായിരിക്കണം ഇമേജിന്റെ സെക്ഷനിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഇവിടെ വീണ്ടും ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. ഇനി ബൾക്ക് അപ്ലോഡ് എന്നുള്ളിടത്തേക്ക് വരേണ്ടത് നമ്മൾ നേരത്തെ പിന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സാമ്പിൾ എക്സൽ ഫയലിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് പേര് എഴുതുക. പ്രൊഡക്റ്റിന്റെ ഇമേജ് കൊടുക്കുന്നിടത്ത് കൃത്യമായിട്ട് നമ്മൾ നേരത്തെ ഇമേജിൽ കൊടുത്തിട്ടുള്ള പേര് തന്നെ കൊടുക്കണം. ചോക്കോപ്പി, അതേപോലെ തന്നെ പ്രൊഡക്റ്റ്, ഈ രണ്ട് പേരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് അതേപോലെ തന്നെ മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കണം. ശേഷം ഇത് സേവ് ചെയ്യാം. അത് ലാപ്ടോപ്പിൽ ചെയ്യാം. ഇനി ബൾക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള CSV ഫയൽ അപ്ലോഡ് ചെയ്യുക. അതിന് അപ്ലോഡ് യുവർ CSV എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നമ്മളിവിടെ സേവ് ചെയ്തിട്ടുള്ള CSV ഫയൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യാൻ ഈ ബൾക്ക് പ്രൊഡക്റ്റ് ആഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം. നമ്മളെ പ്രൊഡക്റ്റ് ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പോവാം. ഇതിൽ ഇത്രയും പ്രൊഡക്റ്റുകൾ അവിടെ ആഡ് ആയിട്ടുണ്ട്. 11 പ്രൊഡക്റ്റുകൾ. ഇനി ഇത് മാർക്കറ്റിൽ നമുക്ക് എങ്ങനെ കാണാൻ നോക്കാം. 11 പ്രോഡക്റ്റ് നമ്മൾ ഷോപ്പ് നമ്പർ എടുത്താൽ നമ്മളെ ഷോപ്പ് ഇവിടെ ഡിസ്പ്ലേ ആവും. ഇപ്പോൾ നമ്മളെ ഷോപ്പ് മാർക്കറ്റിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മളെ ലൊക്കേഷൻ, ടൈം, കാര്യങ്ങൾ, പ്രൊഡക്റ്റുകൾ, യെസ്, സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. കാർട്ടിലേക്ക് ഇടാം. കാർട്ടിലിട്ടതിന് ശേഷം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നറിയാം. രണ്ട് ഇമേജ് ഉണ്ടാവും, രണ്ട് ഇമേജ് കാണാം. ആഡ് ചെയ്യാം. ഇനി കാർട്ടിലേക്ക് പോകാം. കാർട്ടിലേക്ക് നമ്മൾ 3 പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ 3 പ്രൊഡക്റ്റ് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. 2, 3. ഓക്കെ, ഇവിടെ പർച്ചേസ് ചെയ്യുന്നതിന് റെഡി ആയിട്ടുണ്ട്. ഇനി അഡ്രസ്സ് കൊടുക്കണം. നമ്മളെ അഡ്രസ്സ് ഇവിടെ ഫില്ല് ചെയ്യണം. ബയറുടെ അഡ്രസ്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. എവിടെയാണ് ഡെലിവറി ചെയ്യേണ്ടതിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ആണോ എന്നുള്ളത് തീരുമാനിക്കും.